അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും പരലോക ജീവിതം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. ആ വിശ്വാസമില്ല എങ്കിൽ പിന്നെ മുഅ്മിന് എന്ന പട്ടികയിൽ നമ്മളാരും ഉൾപ്പെടുകയുമില്ല. അള്ളാഹു ഈമാന് സലാമത്തായി മരിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഈ പരലോക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹ്ശർ കൊണ്ടുള്ള വിശ്വാസം. ഖിയാമത്ത് നാൾ കഴിയും, ഈ ലോകം മുഴുവനും നശിക്കും, എല്ലാവരും മരണപ്പെടും. പിന്നെ സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഒരു ഊതലുണ്ട്. ആ ഊത്ത് നടന്നാൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ആ ഖിയാമത്ത് നാൾ വരെ വന്നുപോയ എല്ലാ മനുഷ്യരും മഹ്ശർ എന്ന ഒരു മഹാനഗരിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാനുണ്ട്. അവിടെ വെച്ചാണ് നന്മയും തിന്മയും ഒക്കെ വിചാരണ ചെയ്ത് സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കപ്പെടൽ. അതാണ് മഹ്ശർ എന്ന് പറയുന്ന കേന്ദ്രം. അത് വളരെ ഭീകരമാണ്. അതെങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിവുണ്ട് എന്നല്ലാതെ അത് നമ്മൾ കുറെ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല. മഹ്ശറിനെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ മിമ്മാ തഅദ്ദൂൻ. നമ്മൾ ഈ ദുനിയാവിൽ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം എന്നാണ്. എന്തേക്കാരപ്പത് സംഭവം? അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഉഫാതൻ ഉറാതാ കമാ വലദതുഹുൽ ഉമ്മഹാത്ത്. ആളുകളെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് കൊണ്ടുവന്ന് ആ മഹാനഗരിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആരും വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുകയില്ല, ആരും ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവുകയില്ല. ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഏതൊരവസ്ഥയിലാണോ അതേ അവസ്ഥയിലാണ് മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇത് കേട്ടപ്പോ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എങ്കിൽ വളരെ പ്രയാസമാവുകയില്ലേ? ഒരു മോശമായ അവസ്ഥയിലല്ലേ ചില ആളുകൾ മറ്റു ചില ആളുകളുടെ ഔറത്തിലേക്ക് നോക്കുകയില്ലേ നബിയെ? അപ്പൊ മുത്തുനബി തങ്ങൾ ആയിഷയുടെ ചുമലിൽ ഒന്ന് തട്ടി, എന്നിട്ട് പറഞ്ഞു, അബൂബക്കറിന്റെ മകളെ, എന്താണ് ഈ മഹ്ശർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി? അവിടെ മനുഷ്യരിങ്ങനെ മഹ്ശറിലേക്ക് എത്തി 40 കൊല്ലം ഒരേ നിൽപ്പാണ്. അതല്ലെങ്കിൽ അത്രയും അളവിലുള്ള സമയം ഒരേ നിൽപ്പാണ്. സൂര്യനാകട്ടെ മനുഷ്യന്റെ തലക്ക് മീത ഒരു ചാണകലത്തിൽ കത്തിജ്വലിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആകെ പേടിച്ചു വറച്ചു നിൽക്കുകയാണ്. സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ എന്താകുമെന്ന വെപ്രാളത്തിലാണ്. അവിടെ ഒരാളും മറ്റൊരാളെ ഔറത്ത് ശ്രദ്ധിക്കുകയില്ല. ആ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരികയില്ല. എല്ലാവരും നഫ്സി 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 നഫ്സി, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് വിളിച്ചിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെ കണ്ടാൽ, സ്വന്തം ബാപ്പയെ കണ്ടാൽ, സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ മക്കളെ കണ്ടാൽ ഒന്ന് പരിഗണിക്കാനുള്ള മനസ്സ് പോലും അവിടെ മനുഷ്യർക്കില്ല. ചില ആളുകൾ കാലിന്റെ ഞെരിയാണി വരെ വേർതിരിക്കുകയാണ്. ചില ആളുകൾ കാലിന്റെ മുട്ട് വരെ വേർപ്പിൽ മുങ്ങിയിരിക്കുകയാണ്. ചില ആളുകളുടെ അര വരെ, ചില ആളുകൾ നെഞ്ഞ് വരെ, ചില ആളുകൾ കഴുത്ത് വരെ. ആകെ വേർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന മനുഷ്യരെയും കാണാം. അവിടെ എത്തിയാല് അനടങ്ങാറായാല് പിന്നെ മനുഷ്യനൊരു ചിന്തയുള്ളൂ, അല്ലാഹു ഇവിടുന്ന് കഴിച്ചിലാക്കി തന്നെ സ്വർഗമായാലും കാട്ടില്ല, നരകായാലും കാട്ടില്ല. അവിടുന്ന് കഴിച്ചിലാകണമെങ്കിൽ ഹിസാബിനെടുക്കണം, വിചാരണക്കെടുക്കണം. നമ്മളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആളുകളെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആദം നബിന്റെ അടുക്കൽ ചെല്ലും. എന്നിട്ട് പറയും, നബിയേ, നമ്മളൊന്ന് അല്ലാഹുവിനോട് നമ്മളെ വിചാരണക്കെടുക്കാൻ പറയുമോ? ആദം നബി പറയും, ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ പേടിയിലാണ്, എനിക്കതിന് കഴിയുകയില്ല. മൂസാ നബിയെ സമീപിച്ചാലും, ഈസാ നബിയെ സമീപിച്ചാലും, നൂഹ് നബിയെ സമീപിച്ചാലും എല്ലാ
എല്ലാവരും മനുഷ്യകുലത്തെ കൈയൊഴിയുകയാണ്. അവസാനം എല്ലാവരും എത്തിപ്പെടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവിടുന്ന് പറയും അനലഹു അനലഹു അനലഹു, ഞാൻ ഇതിന് അവകാശം. എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ അങ്ങോട്ട് മുഖം കുറെ സമയം സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹ് പറയും, നബിയേ നിങ്ങളൊന്ന് തല ഉയർത്തണേ, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള ആവശ്യം? ആ ഹബീബ് പറയും, അല്ലാഹ് ഈ മനുഷ്യവംശത്തെ നീ ഒന്ന് വിചാരണ ചെയ്യണേ അല്ലാഹ്. അങ്ങനെയാണ് പിന്നെ മഹ്ശർ വിചാരണ തുടങ്ങാന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. റമളാനിനെ അവഗണിച്ച ആളുകൾ അവിടെ വല്ലാതെ ഇടങ്ങാറാവും. കാരണം എന്താ പറയുക, നിങ്ങള് എത്ര ഇടങ്ങാറായ മനുഷ്യനാണെങ്കിലും ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പുണ്ട്. എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ സഫായത്ത്. നബി തങ്ങളെ കുമ്മത്തായ നമ്മളോട് അത്രയും വലിയ സ്നേഹമാണ്. എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണെന്ന് പറഞ്ഞാലും അള്ളാന്റെ റസൂലിന് റബ്ബേദിന്റെ ഉമ്മത്താണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു റഹ്മത്ത് നമ്മളോട് തോന്നാണ്ട്. ആ റഹ്മത്തിൽ അള്ളാഹിനോട് അപേക്ഷ അള്ളാഹു സ്വീകരിക്കും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു മനുഷ്യനെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. മലക്കുകൾ അങ്ങനെ ചുറ്റുഭാഗത്ത് നിന്ന് ഈ മനുഷ്യനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് ശിക്ഷ താങ്ങാൻ കഴിയാതെ വരുമ്പോ എല്ലാവരെയും പോലെ ആ മനുഷ്യന് മുത്ത ഹബീബിന്റെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്. അപ്പൊ അവിടുന്ന് മലക്കുകളോട് ചോദിക്കും, മാതാതമ്പോ, എന്തേ ഈ മനുഷ്യൻ ചെയ്ത തെറ്റൊന്ന് പറഞ്ഞു തരുമോ? മലക്കുകൾ പറയും, നബിയേ ഇയാള് റമളാനിൽ ജീവിച്ചിട്ടും നന്നാകാത്ത മനുഷ്യനാണ്. റമളാൻ എത്രണ്ണം കിട്ടിയിരിക്കണ നബിയെ? നോമ്പില്ല, തറാവിയില്ല, പള്ളില്ല, ഖുർആനില്ല. അയാളല്ലാത്ത സമയത്ത് ജീവിച്ച പോലെ തന്നെയാണ് നബി റമളാനിലും. ഇതാണ് ഈ മനുഷ്യന്റെ തെറ്റ് എന്ന് പറയും. അപ്പോഴും നബി തങ്ങൾ ആ മനുഷ്യർക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് കരുതും. കാരണം അത് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ മനുഷ്യന് വേണ്ടി ശഫാഅത്തിനൊരുങ്ങുമ്പോ അള്ളാന്റെ ഭാഗത്ത് ഒരു വിളിയാളം വരികയാണ്, മുഹമ്മദ് നബിയേ ലാ തശ്ഫഅ ഫീ, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ എന്നോട് ശഫാഅത്ത് പറയണ്ട കേട്ടോ. ഫഇന്ന ഖസ്മഹു റമളാൻ, കാരണം ആ മനുഷ്യനെതിരെ എന്നോട് പ്രതികൂലമായി സാക്ഷി പറഞ്ഞത് റമളാൻ മാസമാണ്. അയാൾക്കെതിരെ ഇവിടെ സാക്ഷി പറഞ്ഞിരിക്കുന്നത് റമളാൻ മാസമാണ് കേട്ടോ. അതുകൊണ്ട് നബി ആ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം കേട്ടോ. അപ്പൊ മഹ്ശറിൽ വെച്ച് മുത്തുനബി തങ്ങൾ ഉമ്മത്തിനെ നോക്കി വിളിച്ചു പറയുകയാണ്, എന്റെ സമൂഹമേ, അനബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ, പരിശുദ്ധ റമളാൻ പ്രതികൂലമായി സാക്ഷി പറഞ്ഞവരുണ്ടോ? അവരിൽ നിന്ന് ഞാൻ ഇന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് എന്റെ ശഫാഅത്തില്ല. അവരെ ശഫാഅത്തിന് വേണ്ടി എന്നെ സമീപിക്കേണ്ടതില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിനാണ് നമ്മൾ റമളാൻ ഇങ്ങനെ ദുആരിക്കണം, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹു ശഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ ഖസമഹു ശഹ്റു റമളാൻ. റബ്ബേ, റമളാൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. ഈ റമളാൻ എതിരെ സാക്ഷി പറയണ കുറച്ച് ആൾക്കാരുണ്ട്, ഓലെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതിട്ടോ എന്ന് പറഞ്ഞ് എപ്പോഴും ദുആരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, എന്നാൽ അവിടെ ചില ഭാഗ്യവാന്മാരുണ്ട്. പരിശുദ്ധ റമളാനിലെ 13ാമത്തെ രാവിൽ തറാവീഹ് നിസ്കരിച്ച ആളുകളില്ലേ, ജാഅ യൗമൽ ഖിയാമത്തി ആമിനം മിൻ കുല്ലി സൂ, ഇത്തരം പേടിപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ടവരായിട്ടാണ് അവരെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുക. അല്ലാ അല്ലാ, എത്ര വലിയ മഹത്വമാണെന്നറിയുമോ? ആ മഹത്വം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ റമളാനും ഈ പള്ളിയും തറാവീഹും ഒക്കെ അതിന് കാരണമായി സ്വീകരിക്കണേ അല്ലാ. നമ്മളിന്ന് മരിച്ചുപോയ ആൾക്കാരൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെ ഈ നിസ്കാരവും ജമാഅത്തും ഈ പള്ളിയിൽ നടക്കുന്ന മജ്‌ലിസൊക്കെ അല്ലാഹു കാരണമാക്കി തരട്ടെ. ചെറിയൊരു പ്രധാനപ്പെട്ട മസല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നലെ മിഞ്ഞാന്നോ നമ്മൾ ഓത്തിന്റെ സുജൂദിനെ പറ്റി പറഞ്ഞു.
അതേമാതിരി വേറൊരു സുജൂദുണ്ട്, ശുക്റിന്റെ സുജൂദ് എന്നാണ് ഞാൻ പറയാം, നന്ദിയുടെ സുജൂദ്. ആ സുജൂദ് ചെയ്തെങ്കിൽ ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകും, വളരെ അപൂർവ ആൾക്കാർ. അങ്ങനെ ഒരു സുജൂദുണ്ട്, അത് നമ്മളൊക്കെ ചെയ്യേണ്ട സുജൂദാണ്. 4 ഒരു കാരണമുണ്ടായാൽ ഈ ശുക്റിന്റെ സുജൂദ് ചെയ്യാം. ഒന്ന്, ലി ഹുജൂമി നിഅമത്തിൻ, നമുക്കൊരു അനുഗ്രഹം കിട്ടും. ഇപ്പൊ ഒരാളൊരു പെര കയറ്റി കൂടിയിരുന്നു, അതൊരു അനുഗ്രഹമാണ്. ഒരാളൊരു പുതിയ വാഹനം വാങ്ങി, അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി വിജയിച്ചു, തുടർ പഠനത്തിനുള്ള അവസരം കിട്ടും, ഇങ്ങനെ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ ആദ്യത്തെ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ടെങ്കിൽ അതെന്തോ തിരിച്ചു കിട്ടും. ഇങ്ങനെ ജീവിതത്തിൽ എന്താകട്ടെ ഒരനുഗ്രഹം ഒരാൾക്കുണ്ടായാൽ ആ സമയത്ത് ഈ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അല്ലെങ്കിലോ അവിന്തിഫായിനി ഖുമ, അല്ലെങ്കിൽ എന്തോ ഒരു ആപത്തം തട്ടിപ്പോ. എത്ര സമയത്തുണ്ടാവുന്ന നിങ്ങളെ, നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോകുകയാണോ, ബൈ ചാൻസ് ഒരു വണ്ടി ഓപ്പോസിറ്റ് ആണ് വന്നു, എന്തോ അള്ളാന്റെ കുതിരത്തിന് ചവിട്ടി, ഒന്നും പറ്റിയില്ല, കഴിച്ചിലായി, ഒരു വിപത്ത് വന്ന് ഇറങ്ങിപ്പോയി. നമ്മളിങ്ങനെ നടന്നു പോകണം, തൊട്ടടുത്ത് കിടത്തിയപ്പോ ഒരു തേങ്ങൻ ചാടി കാലുമ്മ കൂടെ സൈഡിൽ കൂടെ ഒരതി ഇങ്ങനെ പോയി, കുറച്ച് പയച്ചിട്ടുണ്ടെങ്കിൽ തലമത്തി. അങ്ങനത്തെ എത്ര സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ ഇതെന്തുവാകാം, ഒരു മാരകമായ രോഗം ഉണ്ടോ എന്ന് സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പോയി പരിശോധിച്ച് നോക്കിയപ്പോ ഫലം അനുകൂലമാണ്, കുഴപ്പമൊന്നുമില്ലട്ടോ, ആയത്താണെന്ന് പറഞ്ഞു. അതായത് ഒരു അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ ഒരു വിപത്ത് നീങ്ങിപ്പോയി, രണ്ടായി. അല്ലെങ്കിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു, നമ്മളൊരാളെ കണ്ടു, അയാള് ഇത്രയും വലിയ രോഗിയായി കിടക്കണം. അല്ലെങ്കിൽ ദോഷം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടു, 24 മണിക്കൂറും കള്ളുടിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. ഈ 4 സമയത്ത് ഈ മനുഷ്യന് ഒരു നന്ദി ചെയ്തിട്ട് ഒരു സുജൂദ് ചെയ്യാന്നുള്ള പ്രത്യേകം സുന്നത്താണ്. 2 സമയം, അതിൽ ഒന്നാമത്തെ സമയം നമ്മൾ നല്ലോണം പരിഗണിക്കുക. എന്താ കാര്യങ്ങള്, നമുക്ക് അല്ലാഹു എന്തൊക്കെ നിഅമത്ത് തരുന്നുണ്ട് കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും. വലിയൊരു വിഷമത്തിലുണ്ടായിരുന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ആ വിഷമൊക്കെ ഇങ്ങനെ മാറി റാഹത്തായി. അങ്ങനത്തെ സമയങ്ങൾ വരുമ്പോ ഒന്ന് അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആ സുജൂദിനാണ് എന്തെന്ന് പറയാ, ശുക്റിന്റെ സുജൂദ് എന്ന് പറയും. അത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇനി അടുത്തൊരവസരം ഉണ്ടാവുമ്പോ നമ്മളത് ചെയ്യണം. അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ചെയ്താ എന്താ, അള്ളാഹു അനുഗ്രഹം പിന്നെ കൂട്ടിത്തരും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കാര്യങ്ങൾ, നമ്മൾ ഓത്തിന്റെ സുജൂദ് പറഞ്ഞില്ലേ, അതേപോലെ. അപ്പൊ ഷാഫി മദ്ഹബ് പ്രകാരം ഒളു വേണം, നമ്മൾ ഖിബ്ലക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ശുക്റിന്റെ സുജൂദ് ഞാൻ ചെയ്യാണ് എന്ന നിയ്യത്തിൽ അല്ലാഹു അക്ബർ തക്ബീർ ഇട്ട്, നിന്നും കട്ട ഇരുന്നിട്ട് തക്ബീറല്ല, ഒറ്റ സുജൂദ് ചെയ്യാം. നമ്മൾ അന്ന് ഓത്തിന്റെ സുജൂദിൽ ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ചൊല്ലാൻ അറിയണോലെ ചൊല്ലിക്കോളി, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി 3 വട്ടം ചൊല്ലിക്കോളി. എന്നിട്ട് സുജൂദ് എണീറ്റിരിക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം. ഒറ്റ സുജൂദ്. ഇതാണ് ഓത്തിന്റെ സുജൂദ്. അതാണ് നന്ദിയുടെ സുജൂദ്. ആ ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അത് നമ്മുടെ ഓർമ്മയിൽ വേണം. വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരുമ്പോഴേ ഒന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത് കൊടുത്താലേ അള്ളാഹ്ക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടേക്കാരം. അനുഗ്രഹങ്ങളെ അള്ളാഹു പിന്നെയും ഏറ്റി തരും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ ഈ മജ്‌ലിസിനെ ഖബൂലാക്കണേ. അള്ളാഹ് ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹ് ഈ റമദാനിന്റെ ഓരോ പകലുകളെ അള്ളാഹു നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സമ്പാദിക്കാനും ഉപയോഗപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ. അള്ളാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ. അള്ളാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ പള്ളിയുടെ പരിസരങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ. അള്ളാഹ് ഈ മജ്‌ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ. അള്ളാഹ് വിദേശ രാജ്യത്ത് നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, അള്ളാഹു അതൊക്കെ സമാധാനത്തിൽ നീ അവസാനിപ്പിക്കണേ. അള്ളാഹ് റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ. അള്ളാഹ് രാഷ്ട്രങ്ങൾക്കിടയിൽ അള്ളാഹു നീ യോജിപ്പ് നൽകണേ. അള്ളാഹ് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള ആളുകളൊക്കെ വലിയ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അവിടെ തകടം മറിഞ്ഞാൽ അള്ളാഹുവേ ഞങ്ങളുടെ നാടും നാട്ടുകാരും എല്ലാവരുടെ ജീവിതക്രമങ്ങളും തെറ്റും. അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണേ. അള്ളാഹ് നീ സംരക്ഷിക്കണേ. അള്ളാഹ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നിന്റെ വലിയ കാവല് നൽകണേ. അള്ളാഹ് ഖത്തറിൽ നിന്ന് എന്റെ പ്രിയ സഹോദരൻ ചെറുകോടുള്ള നാണികാക്ക വിളിച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് വലിയ വിഷമത്തിലാണ്. ആ കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ. അള്ളാഹ് പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ. അള്ളാഹ് ഖൈർ നൽകണേ. അള്ളാഹ് ഈ പ്രയാസങ്ങളൊക്കെ മാറി നല്ല സന്തോഷമുള്ള അവസ്ഥ
അവസ്ഥയിലേക്ക് ഈ ലോകത്തിന്റെ ക്രമത്തെ നീ എത്തിച്ചു തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.